ഗോപിക എടുക്കുകയാണെങ്കിൽ എന്താണ് പഠിച്ചിട്ടുണ്ടാവുക? കോഴിക്കോട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവള് കരയും. വന്നിട്ട് എൻ്റെ അടുത്ത് വേറെ എന്തെങ്കിലും വീണ്ടും കരയും. പക്ഷെ പോകുന്ന കോഴിക്കോട് വീട്ടിൽ കരയും. അപ്പൊ ഞാൻ ചോദിക്കുന്നത് അങ്ങോട്ട് പോകും, അന്ന് അവിടുന്ന് വരുമ്പോ കരഞ്ഞില്ലേ, പിന്നെ അപ്പൊ അങ്ങോട്ടല്ലേ പോകുന്നത്, പിന്നെ എന്തിനാ കരയുന്നത്, അത് ഇവിടുന്ന് പോലെ. ദൈവമേ, ആ ഇമോഷൻ ഉണ്ടല്ലോ, അത് എനിക്ക് റിലേറ്റബിൾ അല്ല. പിന്നെ ഒരു ജനറൽ ഹൈജീൻ ക്ലാസ്സസ് ബോയ്സിന് ഒട്ടില്ലാത്തൊരു സാധനമാണ്. എല്ലാ ബോയ്സും ഗേൾഫ്രണ്ടോ വൈഫോ ആയ ട്രാവൽ ചെയ്ത് കൊണ്ടുവന്ന ബാഗ് കിടക്കയിൽ വെച്ച ബഹളാണ്. എനിക്കറിയില്ല അതിന്റെ സത്യാവസ്ഥ എന്താന്ന്. കാണുമ്പോ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഞാൻ കള്ളം പറയുന്നില്ല. പക്ഷെ രസമല്ല ഇങ്ങനെ നമ്മളുടെ ഒരു പാർട്ട്ണർ ഇങ്ങനെ ജലസായിട്ട് നോക്കുന്നു എന്നൊക്കെ പറയുന്നത്. ഭയങ്കര ശരിക്കും എന്തായിരുന്നു ആ വീഡിയോ സ്ലോ മോഷനിൽ ആക്കിയപ്പോ ഞാൻ പറയുന്ന എന്തോ കേട്ടിട്ട് അവളുടെ എക്സ്പ്രഷൻ മാറിയതാ. ഇങ്ങനെ വല്ലതും കേട്ടോണ്ടിരുന്നു. അവൾക്ക് അത് ആ സ്ലോ മോഷൻ മാറ്റിയാൽ തന്നെ ആ വീഡിയോയുടെ ചാമ്പോയി, അത് നോർമലായി പോകും. വേറെ ആരോ ആള് അതിനകത്തൊരു നാഗവല്ലി BGM വെച്ചിട്ട് സംഭവം കൊടുത്തപ്പോ ഈ സാധനത്തിന്റെ ടോണേ മാറിപ്പോയി. ലൈഫിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും, പലതും നമ്മൾ മറന്നുപോകും. പക്ഷെ മറക്കാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് ഹാപ്പി ആയത്, ഒരുപാട് സങ്കടപ്പെട്ടത്, ഒരുപാട് പേടിച്ചത്, എപ്പോഴും ഹൈ ഇന്റൻസിറ്റി ഇമോഷൻസ് ആണ്. കാരണം എന്താ വെച്ചാൽ ആ ലൈഫിൽ ആ സമയത്ത് നമുക്ക് അത് മാത്രമേ ഉള്ളൂ. ബേസിക്കലി എന്ന് വെച്ചാൽ ആ ഇന്റൻസിറ്റികളാണ് ലൈഫിൽ ഓർത്ത് വെക്കുന്നത്. കാരണം ആ സമയത്ത് നമ്മൾ അതിൽ കംപ്ലീറ്റ്ലി ലയിച്ചിരിക്കുക. പേളിന്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഞാൻ പ്രസവിക്കുന്നവരെ നീ കല്യാണം കഴിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു എങ്ങനെ ഡേറ്റ് ആന്ന് പറയാൻ പറ്റില്ല. എടാ നിന്റെ കല്യാണം എങ്ങനെടാ ഞാനില്ലാതെ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എടാ എന്ത് ചെയ്യാനാണ്, ഇവിടെയാണ് ഒരു ഗ്യാപ്പ്. ശ്രീനിഷിനെയും നിലേനെയും കൂടി എഡിറ്റ് ചെയ്തിട്ട് ശ്രീനിഷ് ഇത് അപ്ലോഡ് ചെയ്തില്ലടാന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ശ്രീനിഷ് ഒരു കുതിരപ്പുറത്ത് ഇരുന്നിട്ട് ഞങ്ങളുടെ കല്യാണത്തിൽ എടുത്തു. പക്ഷെ എന്റെ ഫാഷൻ സെൻസ് മാറിയത്, അല്ലെങ്കിൽ അത് അഗ്രസീവ് ആയത് അല്ല വൈകുണ്ഠ പെരുമ്പല്ലൂരിന് ശേഷമാണ്. അവിടെ ഒരാളെ ഞാൻ പരിചയപ്പെട്ടല്ലോ, അതിന്റെ നായകൻ, സ്റ്റൈൽ ഐക്കണായിട്ടുള്ള ഒരാള്. പുള്ളിയായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ എല്ലാ ദിവസവും ഇയാളെ കാണല്ലേ. എങ്ങനെയാണ് ഈ തെലുങ്ക് പഠിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. സർവൈവൽ. ഇവിടെ സിനിമ കിട്ടാത്തതുകൊണ്ട് അവിടെ സിനിമ കിട്ടുന്നതുകൊണ്ട് നമ്മൾ തന്നാലെ പഠിച്ചോളൂ. അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം, ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇറ്റ്സ് മീ അപർണ ആൻഡ് വെൽക്കം ബാക്ക് ടു ജിഞ്ചർ മീഡിയ. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഒരു എന്താ പറയുക, ഹാൻസം അല്ലേ, നമ്മൾ മലയാളികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു നടനാണ്. മനോരാജ്യം എന്നുള്ള സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രമായിട്ട് നമ്മളുടെ മലയാളത്തിലേക്ക് അദ്ദേഹം തിരിച്ചു വരുവാണ്. ലെറ്റ്സ് വെൽക്കം അവർ ഓൺ GP ഗോവിന്ദ പത്മസൂര്യ. ഇഷ്ടപ്പെട്ട എന്നുള്ളത് റിയാക്ഷൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കൈയൊക്കെ മുഷ്ടിയൊക്കെ ഇഷ്ടപ്പെട്ട. പിന്നെ അല്ല, ഇറ്റ് വാസ് ലൈക്ക് ഇപ്പം ഗോയിങ് ബാക്ക് ടു ബിഫോർ കമ്മിങ് ടു ദി ആക്ടിങ് കാര്യം. പണ്ട് ആ സമയത്ത് ആ ഒരു എന്താ പറയുക, മെയിൽ ആങ്കറിങ്ങിന് ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത ഒരാളാണ്. ലൈക്ക് ഇറ്റ്സ് ലൈക്ക് വൈബ്രന്റ് ആയിട്ട് ഭയങ്കരമായിട്ട് പറയാം. അത് മലയാളികൾക്കൊരു എന്താ പറയാ, എപ്പോഴും ഇങ്ങനെ മനസ്സിൽ കിടപ്പുണ്ട് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും. ലൈക്ക് അതായത് തെലുങ്കിൽ വലിയ സ്റ്റാറൊക്കെ ആയി മാറി. ഞാൻ രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അല്ല, എങ്ങനെയാണ് ഈ തെലുങ്ക് പഠിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. സർവൈവൽ. ഇവിടെ സിനിമ കിട്ടാത്തതുകൊണ്ട് അവിടെ സിനിമ കിട്ടുന്നതുകൊണ്ട് നമ്മൾ തന്നാലെ പഠിച്ചോളൂ. കാരണം എനിക്ക് അത്ര ആഗ്രഹം സിനിമയിൽ അഭിനയിക്കുക. കാരണം ഞാൻ ബാക്കി ഇപ്പം അവതരണമാണെങ്കിലും അഡ്വർടൈസിംഗ് മേഖലയാണെങ്കിലും ഒക്കെ നമുക്ക് പിന്നെയും ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള സ്പേസ് കിട്ടിയിരുന്നു ഓവർ എ പീരീഡ് ഓഫ് ടൈം. സിനിമയിൽ എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ്. എന്നെ തേടി നല്ല സ്ക്രിപ്റ്റ് വരുന്നതൊക്കെ കുറവാണ്. ഞാനിങ്ങനെ ആഗ്രഹത്തോടെ വെയിറ്റ് ചെയ്തിരിക്കും. പിന്നെ ആസ് എ പെർഫോമറും ഞാനിങ്ങനെ ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം പ്രോബബ്ലി ഞാൻ മലയാളത്തിൽ സിനിമ അഭിനയിച്ച് തുടങ്ങിയ സമയത്തേക്കാൾ ഒരു ബെറ്റർ പെർഫോമർ ആണ് ഞാൻ എന്നുള്ളത് എനിക്ക് കോൺഫിഡൻസിനോട് പറയാം. കാരണം അത് ഈ കാലക്രമേണ ഉണ്ടായ മാറ്റങ്ങൾ, നമുക്ക് നമ്മുടെ പ്രായം കൂടുമ്പോൾ ഉണ്ടാവുന്ന ഒരു മെച്യൂരിറ്റി, പിന്നെ കുറേ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഉണ്ടാവുന്ന എക്സ്പോഷറിൽ നിന്ന് ഉണ്ടായതാണത്. ആ സമയത്താണ് തെലുങ്ക് സിനിമകൾ വരുന്നത്. അപ്പം വൈകുണ്ഠ പെരുമ്പല്ലൂർ 2020 റിലീസ്. മീൻസ് ലോക്ക്ഡൌണിന് 2 മാസം മുമ്പെയാണ് എനിക്കൊരു ബ്ലോക്ക് ബസ്റ്റർ കിട്ടുന്നത്. കുറേ തെലുങ്ക് ഓഫർ വന്ന സമയത്ത് ലോക്ക്ഡൌൺ ആയി, പിന്നെ ഒന്നും നടക്കാത്ത സമയത്ത് ആണെങ്കിൽ പോലും അത് കഴിഞ്ഞിട്ടും എനിക്ക് വൈകുണ്ഠപുരം കാരണം ഞാനിപ്പോ 5ാമത്തെ സിനിമയാണ് തെലുങ്കിൽ ചെയ്യുന്നത്. അപ്പൊ അത് എനിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി, ബാക്ക് ടു ബാക്ക് സിനിമകൾ ചെയ്യാനുള്ള അവസരം തെലുങ്കിൽ കിട്ടിയപ്പോ എന്ത് വന്നാലും തെലുങ്ക് പഠിക്കുക എന്ത് വേണമെങ്കിലും ഞാൻ തയ്യാറാണ്. അതല്ല, ടു ബി വെരി ഫ്രാങ്ക്, നമ്മുടെ സ്വന്തം ഭാഷയിൽ നിന്ന് ഡയലോഗ് ഡെലിവറി ചെയ്യാനായിട്ട് ഇപ്പൊ എന്റെ എക്സാമ്പിൾ എടുത്ത് പറയാം, വെറുതെ സംസാരിക്കാൻ തന്നെ നമ്മൾ ബുദ്ധിമുട്ട് ചില സിറ്റുവേഷനുകളിൽ. ഇത് ഇപ്പൊ തന്നെ പറയാം. അപ്പൊ തെലുങ്കിൽ പോയി മറ്റൊരു ഇൻഡസ്ട്രിയിൽ പോയിട്ട് അവര് പിന്നെയും നമ്മളെ റീകോൾ ചെയ്യാണ് എന്നുള്ളത് ഇറ്റ്സ് വെരി ഗുഡ് അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്രമല്ല, നമ്മളെ വീണ്ടും വിളിക്കുമ്പോൾ ഒന്ന് ഈ പറഞ്ഞ പോലെ
5ാമത്തെ സിനിമയായി എന്നുള്ള സന്തോഷമാണ്. ഈ ചെയ്ത 5 പേരും വീണ്ടും പുതിയ പ്രൊജക്ടുകൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും സന്തോഷമുള്ള കാര്യമാണ്. അതിലെ പല ഡയറക്ടേഴ്സും ഇപ്പോഴും വളരെ അടുപ്പത്തോടു കൂടി അവിടുത്തെ ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 100 crore സിനിമയൊക്കെ ഇപ്പൊ ഞാൻ വൈകുണ്ഠപുരമല്ലോ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവും. ഞാൻ ചെയ്ത ബംഗാരാജു എന്ന് പറഞ്ഞ സിനിമ ഇവിടെ നിന്ന് റിലീസ് ഉണ്ടായിരുന്നു. അതും 100 കോടി ക്ലബിൽ കയറിയ സിനിമയാണ്. അപ്പൊ അതിന്റെ സംവിധായകൻ അവിടെ ഭയങ്കര സെലിബ്രേറ്റഡ് ആവുന്ന ഒരു സംവിധാനം. അദ്ദേഹത്തിന്റെ ആ ഫസ്റ്റ് 100 കോടി പടം അല്ലത്. അപ്പൊ അങ്ങനത്തെ ആൾക്കാരൊക്കെ നമ്മുടെ അടുത്ത് ഭയങ്കര ഒരു ഫ്രണ്ട് സൗഹൃദം പുലർത്തുന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെയൊക്കെ ആവുമ്പോൾ നമ്മൾ അത്ര എഫേർട്ട് ഇടും. ഞാൻ തെലുങ്കൊക്കെ എന്താ വെച്ചാൽ ഹാർട്ട് പഠിച്ചിട്ടാണ് തുടക്കത്തിൽ തന്നെ ചെയ്തിരുന്നത്. പ്രോംപ്റ്റിങ്ങിനൊന്നും നിൽക്കില്ല, കുത്തിരുന്ന് പഠിക്കും, ഒന്നും മനസ്സിലാവില്ല. കാരണം നമുക്ക് ഡയലോഗ് പഠിച്ചാലേ പിന്നെ അടുത്ത സ്റ്റെപ്പ് ഉള്ളൂ. ആസ് ആൻ ആക്ടർ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ, ശരിക്കും ഭാഷ കയ്യിലുണ്ടെങ്കിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാം. എസ്പെഷ്യലി എന്നെ പോലെ ഇത്രയും വാചാലനായ ഒരു വ്യക്തിക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാം. പക്ഷേ അത് മനോരാജ്യം ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലായി. മനോരാജ്യത്തിൽ അഭിനയിക്കുമ്പോൾ ഇത് കുറച്ചും കൂടി ഈസിയാണ്. കാരണം ഞാൻ തെലുങ്ക് പടം ചെയ്ത് കഴിഞ്ഞാൽ മനോരാജ്യം ചെയ്തു. അപ്പോൾ ഞാൻ ഇവിടെ പല നവാസ് വള്ളിക്കുന്ന് പോലെയുള്ള ഭയങ്കര രസകരമായിട്ടുള്ള ആക്ടേഴ്സ് ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ അവരൊക്കെ കൗണ്ടറിന്റെ ആൾക്കാരാണ്. ഗൂഗിളിൽ ചില സാധനങ്ങൾ നമുക്ക് പറയുമ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് എടുത്തിടും. അതിനുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് തെലുങ്കിലായി വരുന്നേ ഉള്ളൂ. കാരണം അവരുടെ സ്ലാങ്, അവരുടെ അത് കയ്യിൽ നിന്ന് എടുത്തിടുമ്പോൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് കയ്യിൽ നിന്ന് എടുത്തിടണം. അതിന് നമുക്ക് തെലുങ്ക് ഭാഷയിൽ അത്രയും ഹോൾഡ് വേണം. ആ ഹോൾഡിലേക്ക് ഞാൻ എത്തുന്നേ ഉള്ളൂ, എത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എനിക്ക് അത്രയും ഓപ്പർച്യൂണിറ്റീസ് അവിടെ നിന്ന് വരുന്നുണ്ട്. പക്ഷെ മലയാളത്തിൽ അഭിനയിക്കുമ്പോൾ സുഖം വേറെയാണ്. കാരണം നമ്മുടെ നാച്ചുറൽ, കുറച്ചുകൂടെ നാച്ചുറൽ ആവാൻ പറ്റും. നമ്മളുടെ ഇമോഷൻസ് വരുന്നത് ശരിക്കും നമ്മളുടെ മാതൃഭാഷയിലാണല്ലോ. തീർച്ചയായിട്ടും എഴുതി വെച്ചതിനപ്പുറത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ, അത് ഡയലോഗ് പറയുക എന്നുള്ളതല്ല, അതിനെ എംബ്രേസ് ചെയ്ത് ഉള്ളിലേക്ക് എടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ പോലും അറിയാതെ നാച്ചുറൽ ആയിട്ട് ചില സാധനങ്ങൾ വരും. ശരിയാ. തെലുങ്ക് ചെയ്ത് മനോരാജ്യം ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതെന്റെ തെലുങ്കിൽ ഇപ്പോഴും മിസ്സിംഗ് ആണല്ലോ. തെലുങ്ക് മാത്രം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. കാരണം അവർ പറഞ്ഞ സാധനങ്ങൾ ഞാൻ വൃത്തിയായി ചെയ്യുന്നു, അവരും ഭയങ്കര ഹാപ്പിയാണ്, ഗുഡ് ഷോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരും ഹാപ്പിയാണ്. പക്ഷെ മനോരാജ്യം അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ കയ്യിൽ നിന്ന് ഞാനായിട്ട് ഇടുന്ന ചില സാധനങ്ങൾ ഞാൻ അവിടെ ചെയ്യുന്നില്ലല്ലോ എന്ന് മനസ്സിലായത് ഇത് ചെയ്യുമ്പോഴാണ്. പക്ഷേ യു ആർ സ്റ്റിൽ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. ഹൗ വാസ് ഇറ്റ് കമ്മിങ് ബാക്ക് ടു മലയാളം? ഇപ്പൊ മനോരാജ്യം എന്താണ് മനോരാജ്യം നമ്മള് വീട്ടിൽ കയറുന്ന പോലെയാണ്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഇപ്പൊ എന്റെ അവസ്ഥ തന്നെയാണ്. ഞാൻ പട്ടാമ്പി വീട്ടിൽ കയറുന്നത് വളരെ അപൂർവമായിട്ടാണ്. അതേപോലെ മലയാള സിനിമയും അപൂർവമായിട്ടാണ്. ആകളൊരു വ്യത്യാസം എന്താ വെച്ചാൽ പട്ടാമ്പി വീട്ടിൽ തന്നെ കയറ്റാണ്ടല്ല മറ്റേ ഇവിടെ മലയാളത്തിൽ നിന്ന് ഓഫേഴ്സ് ധാരാളം വരുന്നുണ്ട്. പക്ഷെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ചില സ്ക്രിപ്റ്റ് ഒക്കെ വായിക്കുമ്പോഴേ ഈ സിനിമ കാണാൻ ഞാൻ തന്നെ തിയേറ്ററിൽ കയറുമോ എന്ന് എനിക്ക് തോന്നുമ്പോൾ ചെയ്യാൻ തോന്നുന്നില്ല. പക്ഷേ അതൊന്നും ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. വരുന്നതെല്ലാം എടുത്ത് ചെയ്യുക എന്നുള്ള ഒരു സ്റ്റേജിലേ ഞാൻ എത്തിയിട്ടുള്ളൂ. അല്ലാതെ എന്നെ തേടി ഉദാത്തമായ സ്ക്രിപ്റ്റ് വരുമ്പോൾ പടം ചെയ്യാം എന്നുള്ള അവസ്ഥയിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. അപ്പൊ ഇതൊരു ഈസി ആയിട്ടുള്ള സ്പേസ് അല്ല. വന്നതിൽ മെച്ചം, അല്ലെങ്കിൽ എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹം തോന്നിയൊരു സിനിമ മനോരാജ്യമാണ്. ഉദാത്തമായ പരിപാടിയൊന്നുമല്ല. പക്ഷെ റഷീദക്കയുടെ രീതി എങ്ങനെയാ വെച്ചാൽ, റഷീദക്ക റിയൽ ലൈഫിൽ ഒരു രസികനാണ്. അദ്ദേഹം ഒരു സാധാരണക്കാരനാണ്, പക്ഷെ ഒരു രസികനാണ്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇപ്പൊ അദ്ദേഹം നമ്മുടെ മെഗ്ഡി ഉണ്ടല്ലോ, മെഗ്ഡി നമ്മുടെ ഓസ്ട്രേലിയയിൽ നമുക്ക് ചില സമയത്ത് മെഗ്ഡി ഒക്കെയാണ് ഏറ്റവും നല്ല സ്ഥലം ടു ഹാവ് ഫുഡ്. കാരണം അവരുടെ ഓസ്ട്രേലിയൻ ചില ഡിഷസ് ഇവിടുത്തെ ഇന്ത്യൻ ടേസ്റ്റ് ഉള്ള ആൾക്കാർ, എനിക്കൊക്കെ ഇഷ്ടമാണ്, റഷീദക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പോ ഒരു പ്രാവശ്യം ഷൂട്ട് കഴിഞ്ഞപ്പോൾ റഷീദൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് മഞ്ഞ നാ ഉള്ള സ്ഥലത്ത് പോവാം. അപ്പൊ എനിക്ക് മഞ്ഞനായോ ഞങ്ങൾക്കൊന്നും മനസ്സിലാവും. ഇതുപോലത്തെ ചെറിയ ചെറിയ ട്രാഫിക്കിൽ പോയി കഴിഞ്ഞാൽ ഒരു അമ്പ് കാണാം, അവിടേക്ക് പോണം, ആരോ ആണ്. അപ്പൊ മനസ്സിലായല്ലോ, അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുഞ്ഞു ഇന്നസെന്റ് ആയിട്ടുള്ള നർമ്മങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത് വരും. ഇതേ സ്വഭാവമാണ് മനോരാജ്യത്തിലും എനിക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫീൽ ചെയ്ത്. അപ്പൊ അതിന്റെ ഒരു സുഖം ഉണ്ടായിരുന്നു മനോരാജ്യം ചെയ്യുമ്പോൾ. ജിപിയുടെ കരിയർ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ മലയാളം സിനിമ മാത്രം എടുക്കുവാണെങ്കിൽ നായകനായിട്ട് മാത്രമല്ല ക്യാരക്ടർ റോൾസ് ചെയ്യാനും റെഡി ആയിട്ടുള്ള ഒരാളാണ്. അപ്പം ഈ നായക കഥാപാത്രം കുറച്ച് നാളിലേക്ക് കഴിഞ്ഞിട്ട് മലയാളത്തിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും ചലഞ്ച് അങ്ങനെ? അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. കാരണം ഒന്ന് സൗഹൃദപരമായിട്ട് ഞാൻ സിനിമ ചെയ്യും. എന്ന് വെച്ചാൽ നായകൻ മാത്രമേ ചെയ്യുള്ളൂ അങ്ങനെയല്ല. സൗഹൃദത്തിന്റെ പേരിൽ സിനിമയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഷെഫീഖിന്റെ സന്തോഷം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്. അതിൽ ഞാനൊരു 10 സെക്കൻഡിൽ വന്ന് പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ പടം ഷൂട്ട് കാണാൻ പോയതാ. അപ്പൊ ഉണ്ണി പറഞ്ഞു എടാ ഇത് ചെയ്യടാ, എന്താ ചെയ്യാ, മീൻസ് അത്രേ ഉള്ളൂ. എടാ അതൊരു രസമുള്ള ക്യാരക്ടറാണ്, ആ ക്യാരക്ടർ നീ ചെയ്ത രസമായിരിക്കും. ക്യാരക്ടർ ആകെ ഒരൊറ്റ സീനിലുള്ളൂ, പക്ഷെ ഈ സിനിമയുടെ ഗതി മാറ്റുന്ന ഒരു സാധനമാണ്. ഒരു മലപ്പുറം സ്ലാങ്ങിൽ സംസാരിക്കുന്ന ഒരു ആ മലപ്പുറം സ്വഭാവത്തിലുള്ള ഒരു ഡയലോഗൊക്കെ വരുന്ന ഒരു സാധനമാണ്. നീ വട്ടാമ്പിയിലായതുകൊണ്ട് നിനക്കത് വലിയ കുഴപ്പമില്ലാതെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, നീ ഒന്ന് ചെയ്യുന്നു ഞാൻ കയറി ചെയ്ത സംഭവമാണ്.
എനിക്കങ്ങനെ നായകൻ മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ളതല്ല. അപ്പൊ ഞാൻ ചെയ്ത സിനിമകൾ നോക്കിയ വർഷം ചെറിയ ക്യാരക്ടർ, പ്രേതം ചെറിയ ക്യാരക്ടർ അല്ല, പക്ഷെ നായക വേഷമാണോ വെച്ചാൽ ആണോ ആണ്, നമ്മൾ മൂന്നുപേരും ചെയ്യണം, അങ്ങനെ അതും ചെയ്യും. ഇപ്പൊ 32-ാം അധ്യായം സെൻട്രൽ ക്യാരക്ടറായിട്ട് ചെയ്ത സിനിമയാണ്. ഡാഡി കൂൾ അഗെയിൻ ക്യാരക്ടറാണ്. പല സിനിമകളും പല സ്വഭാവത്തിൽ ചെയ്തു. ലാസ്റ്റ് ഞാൻ പറഞ്ഞത് നീരജ ഒരു സോങ്ങില് മാത്രമേ ഉള്ളൂ, അത് ശ്രുതി ആണ് അതിന്റെ മെയിൻ സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നത്. പക്ഷെ ഈ സിനിമ മുഴുവൻ സംസാരിക്കുന്നതിനെ കുറിച്ചാണ്. അപ്പൊ എനിക്കിഷ്ടപ്പെട്ട ചെയ്യും. അതിൽ ലീഡ് റോള് മാത്രമേ ഉള്ളൂ, വില്ലൻ, നായകൻ, അങ്ങനെ പരിപാടികളൊന്നുമില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ബിബിൻ ജോർജ് ഉണ്ടല്ലോ, നമ്മുടെ റൈറ്റർ കം ആക്ടർ, നമ്മുടെ ബിബിൻ ഒരിക്കലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരു സിനിമയിൽ ഇങ്ങനെ ജിബി ചേട്ടനെ വെച്ച് വില്ലനായിട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ തെലുങ്കിലൊക്കെ ചെയ്യുന്ന ഒരാൾ ഇവിടെ വില്ലനായി ചെയ്യും. ഞാൻ പറഞ്ഞു, എടാ ബിബിനെ എനിക്ക് ക്യാരക്ടർ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ചെയ്യും, നീ ഇത് എൻ്റെ അടുത്ത് പിച്ച് ചെയ്യായിരുന്നു, എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് തീരുമാനം എടുക്കരുത്, ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് നീ അപ്പം തന്നെ തീരുമാനം എടുക്കേണ്ടിയിരുന്നില്ല എന്ന് പറയാം. സോ അങ്ങനെ ഇല്ല, എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കണം എന്നുള്ളൂ. അത് ഒരു സീനാണെങ്കിലും ഞാൻ ചെയ്യും. ബട്ട് ദർ ഷുഡ് ബി സംതിങ്, അതിനകത്ത് എന്തെങ്കിലും ചലഞ്ചിങ്ങോ എക്സൈറ്റിങ്ങോ. ചലഞ്ചിങ് എന്നുള്ളതല്ല, എനിക്ക് എല്ലാം ചലഞ്ചിങ് തന്നെയാണ്. അങ്ങനെ എനിക്ക് നിസാരമായിട്ട് ഓടിപ്പോയി ചെയ്യാൻ പറ്റുന്ന സാധനം എന്നല്ല ഒന്നും, എല്ലാം ചലഞ്ചിങ്. അപ്പൊ അത് പ്രത്യേകിച്ച് അവർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ചലഞ്ച് ഏറ്റെടുക്കണമെങ്കിൽ എനിക്ക് അതിൽ എക്സൈറ്റ്മെന്റ് വേണം. ഇപ്പൊ ഞാൻ തമിഴിൽ കീ എന്ന് പറഞ്ഞൊരു പടം ചെയ്തു, ഭയങ്കര സക്സസ്ഫുൾ ഒന്നായിരുന്നില്ല, പക്ഷെ ആ സിനിമയാണ് എനിക്ക് വൈകുണ്ഠപുരം എത്തിച്ചത്. കാരണം ആ സിനിമയുടെ പെർഫോമൻസ് കണ്ട് അതിന്റെ വൈകുണ്ഠപുരത്തിന്റെ സംവിധായകൻ എന്നെ നേരിട്ട് വിളിക്കരുത്, അതിന്റെ ഡബ് വേർഷൻ തെലുങ്കിൽ ഇറങ്ങിയിരുന്നു. എനിക്ക് നല്ല ചലഞ്ചായിരുന്നു ആ സിനിമ. കാരണം നമ്മളത് ഷൂട്ട് ചെയ്യുന്ന 2016-17 സമയത്താണ്, D4 ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ടൈം. ആ സമയത്ത് ഇങ്ങനെ ഒരു സൈക്കോ എന്ന് പറഞ്ഞ ഒരു ബ്രിം ലൈനാണ്, ഭയങ്കര ഇന്റൻസ് ക്യാരക്ടറാണ്. അദ്ദേഹം അധികം ഡയലോഗ്സില്ല, കുറെ ബോഡി ലാംഗ്വേജിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, സ്റ്റൈൽ ഓഫ് ബോഡി ലാംഗ്വേജ്. ഞാൻ ഏറ്റവും കൂടുതൽ ആസ് ആൻ ആക്ടർ വർക്ക് ചെയ്തിട്ടുള്ള ആ സിനിമയിലാണ്. കാരണം ഞാനൊരു ആക്ടിംഗ് കോഴ്സിന് വരെ പോയാലോ എന്ന് വരെ തോന്നിയ ഒരു ക്യാരക്ടർ. കാരണം നല്ല ബുദ്ധിമുട്ടാണ് ഇത് കഥ കേട്ടിട്ട് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ലുക്ക് വൈസ് എനിക്ക് ഓക്കെയാണ്, പിന്നെ മലയാളി അല്ലേ, അപ്പൊ നിങ്ങൾ അഭിനയിച്ചോളൂ കൂടെ പറഞ്ഞോടുകൂടി എന്നെ നെഞ്ചടിക്കാൻ തുടങ്ങി. ദൈവമേ, അപ്പൊ ഇതെനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷൻ വന്നപ്പോഴാണ് ഞാൻ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. കാരണം ആ ചാലഞ്ച് അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചു. സോ എനിത്തിങ് എക്സൈറ്റ് ചെയ്യിപ്പിച്ചാൽ ഐ വിൽ ഗോ ഡു ഇറ്റ്. It will push you further, അല്ലേ? കാരണം നമുക്ക് ചെയ്യാൻ തോന്നുക. ഞാൻ അഡ്വഞ്ചേഴ്സ് ഇഷ്ടപ്പെടുന്ന, റോളർ കോസ്റ്ററിൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന, അല്ലെ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ റോളർ കോസ്റ്റർ റൈഡ് ഇഷ്ടപ്പെടുന്ന, പക്ഷെ ഞാൻ അത് യാത്ര ചെയ്യുന്ന എന്ന് പറഞ്ഞിട്ടാണ്, അല്ലാതെ എനിക്ക് പേടിയില്ലാണ്ടല്ല. അവിടെ അത് കയറാൻ നേരത്തെ എന്റെ ഉള്ളിൽ എല്ലാ പരിപാടി ഉണ്ട്, പക്ഷെ ഇന്നലെ ടിക്കറ്റ് എടുത്ത് കയറും. മനസ്സിലായി? ശരിക്കും ഇഷ്ടമാണ്. ഞാനിപ്പോ പോയ സ്ഥലങ്ങളിലൊക്കെ എല്ലാവരും പുറത്തെ രാജ്യങ്ങളിൽ പോകുമ്പോൾ ഒരിക്കലും വാട്ടർ തീം പാർക്സിലോ അല്ലെങ്കിൽ അഡ്വഞ്ചർ പാർക്സിൽ പോകില്ല, അവർ സ്ഥലം കാണാനും പോകും. നമ്മളൊരുവിധം എല്ലാ സ്ഥലങ്ങളിലും അഡ്വഞ്ചർ പാർക്കുകളിലൊക്കെ പോയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ടിക്കറ്റ് കൊടുത്ത് പേടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതേ സ്വഭാവം തന്നെ ജീവിതം മൊത്തം. എന്ന് വെച്ചാൽ ഇത് അഭിനയിക്കാൻ പോകുമ്പോൾ ഭയങ്കര പേടിയാ, പക്ഷെ എക്സൈറ്റ്മെന്റാ. മുമ്പിൽ ഞാൻ ഫെറാറി വേൾഡിൽ പണ്ട് ഫാസ്റ്റസ്റ്റ് റോളർ കോസ്റ്ററിൽ കയറിയിട്ടുണ്ട്. ഫെറാറിയുടെ ഫാസ്റ്റസ്റ്റ് റോളർ കോസ്റ്റർ ഇൻ ദ വേൾഡ് ആണ്. അതിന്റെ സ്പീഡാണ്, ത്രോട്ടൽ സ്വഭാവമാണ്, ടപ്പ് എന്ന് പറഞ്ഞൊരു പോക്ക. അപ്പൊ ഇത് കയറുമ്പോ തന്നെ കയ്യും കാലും മറക്കുന്നുണ്ട്. പക്ഷെ അവിടെ എത്തിയപ്പോ നമ്മൾ കയറിയില്ല. അത് കയറാത്ത എന്താ വെച്ചാൽ ഫ്രണ്ടിലിരിക്കണം. എന്നിട്ട് ഫ്രണ്ട് ലൈൻ ആണെങ്കിൽ എല്ലാവരും ഫ്രണ്ടിന് വേണ്ടി ഇടിയ കുറെ അഡ്വഞ്ചർ ഫ്രീക്സ്. നമുക്ക് ധൈര്യം ഉണ്ടായിട്ടല്ല, എന്തായാലും പേടിക്കാൻ പോവാ. എന്നാ പിന്നെ ഫുൾ മാഗ്നിറ്റ്യൂഡിൽ പേടിച്ചോളെ. എന്തിനാ ഈ ചെറുതായി പേടിക്കുന്നു ആൾക്കാരെ ബാക്കിലിരുന്ന്. ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഞങ്ങൾ പോയത്, പക്ഷെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഭയങ്കര എൻജോയ് ചെയ്തിട്ടൊന്നുമില്ല, അലറി പൊളിച്ചിട്ടാണ് ഇരിക്കുന്നത് പേടിച്ചിട്ട്. പക്ഷെ അതൊരു എക്സ്പീരിയൻസാ. എനിക്ക് ആ ഇന്റൻസിറ്റി ഇഷ്ടമാണ്. ഭയങ്കര വല്ലാത്തൊരു മനുഷ്യൻ തന്നെ. കാരണം എല്ലാവരും അങ്ങനെയല്ലേ? എനിക്ക് തോന്നുന്നു എന്റെ മാത്രമല്ല, എല്ലാവരും അങ്ങനെ ആയതുകൊണ്ടാണോ ഇവിടെ ഉള്ള എല്ലാ തീം പാർക്കുകളിലും ഓടുന്നത്. അത്ര സുഖമുള്ള സ്വഭാവം. പക്ഷെ എല്ലാവർക്കും ഇതിൽ കയറി അലറാൻ ഇഷ്ടമാ. കാശ് കൊടുത്തല്ലേ നമ്മൾ പോകുന്നത്. പണ്ട് എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാ, എനിക്ക് ഈ റോളർ കോസ്റ്റർ കയറുന്നൊന്നും പേടില്ല, വീഴുമോ മരിക്കുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയുള്ളൂ. എല്ലാ മനുഷ്യർക്കും പിന്നെ ലൈഫിൽ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ആ ഒരു ഇന്റൻസിറ്റി ഉണ്ടല്ലോ, ആ ഇന്റൻസിറ്റി ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ തിങ്. നമ്മൾ എപ്പോഴും ഓർത്തെടുക്കുന്നത് ആ ഇന്റൻസിറ്റിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ്. ലൈഫിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും, പലതും നമ്മൾ മറന്നുപോകും. പക്ഷെ മറക്കാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് ഹാപ്പി ആയത്, ഒരുപാട് സങ്കടപ്പെട്ടത്, ഒരുപാട് പേടിച്ചത്, എപ്പോഴും ഹൈ ഇന്റൻസിറ്റി ഇമോഷൻസ് ആണ്. കാരണം എന്താ വെച്ചാൽ ആ ലൈഫിൽ ആ സമയത്ത് നമുക്ക് അത് മാത്രമേ ഉള്ളൂ. ഒരാളുടെ മരണം, അല്ലെങ്കിൽ ലൈഫിൽ വളരെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഫേസ് ഓഫ് ലൈഫ്, അല്ലെങ്കിൽ ലൈഫിൽ ഭയങ്കര ഹാപ്പി ആയി തുള്ളിച്ചാടി നടന്ന ഒരു സമയം, ഒരുപാട് സ്നേഹം ഉണ്ടായ സമയം. ബേസിക്കലി എന്ന് വെച്ചാൽ ആ ഇന്റൻസിറ്റികളാണ് ലൈഫിൽ ഓർത്ത് വെക്കുന്നത്. കാരണം ആ സമയത്ത് നമ്മൾ അതിൽ കംപ്ലീറ്റ്ലി ലയിച്ചിരിക്കുക.
റോളർ കോസ്റ്ററിൽ നമ്മളിങ്ങനെ വീണോണ്ടിരിക്കുമ്പോൾ നമ്മൾ അപ്പുറത്ത് നമ്മൾ ഈ അടുത്ത ദിവസം ആ പരിപാടി ചെയ്യാണ്ട് ഈ ബാങ്ക് ബാലൻസ് ഇത്രയാണോ ഉള്ളത്, മറ്റേ ആളെ മീറ്റ് ചെയ്തത് ഒന്നും നമ്മൾ ആലോചിക്കില്ലല്ലോ. പടച്ചോനെ ഞങ്ങൾ കാത്തോളി എന്ന് പറഞ്ഞൊരു പോക്കല്ലേ, ആ പോക്കിൽ വേറെ ഒന്നും ചിന്തിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ അത്രയും എൻജോയ് ചെയ്യുന്നത്. ബിക്കോസ് യു ആർ സോ ഇൻവോൾവ് ഇൻ ഇറ്റ്. പേടിയാണെങ്കിൽ പേടിയിൽ നമ്മുടെ ബാക്കി ഇമോഷൻസ് ഒക്കെ കട്ട് ചെയ്ത് 100% നിങ്ങൾ അവിടെ നിങ്ങളുടെ പ്രസൻസ് ഉണ്ട്, കോൺസെൻട്രേഷൻ 100%. ഇതാണ് അതിന്റെ ബേസിക്സ്. ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ എൻജോയ് ചെയ്യും. ഞാൻ സിനിമ പോലെ അങ്ങനെ ചെയ്യാം, ദൈവമേ ആക്ഷൻ വിളിച്ച്. പക്ഷെ ഐ ആക്ട്. ഞാനൊരു വലിയ ഉദാത്ത നടനോ ഒന്നും അല്ല, പക്ഷെ ആ സാധനം ഞാൻ എൻജോയ് ചെയ്താ ചെയ്യുന്നത്. 10 ഇത്രയും ആൾക്കാർ നിറഞ്ഞിരിക്കുന്ന ഏഷ്യാനെറ്റ് ഫിലിം അവാർഡിന്റെ മുമ്പിൽ മറ്റേ ലാലേട്ടൻ മമ്മൂക്ക മുതലുള്ള എല്ലാ ലെജൻസും വന്നിരിക്കുമ്പോൾ മറ്റേ ഇതും പിടിച്ചിട്ട് ഹൗ ആർ യു കൊച്ചി എന്ന് ചോദിക്കുന്നത് ഞാൻ റോളർ കോസ്റ്റർ റൈഡില്ല, അല്ലാതെ ജീപ്പ് ഇത് ഭയങ്കര എൻജോയ് അങ്ങനല്ല. എന്റെ കർട്ടൻ പൊങ്ങുമ്പോ ഇത് തുടങ്ങുന്നത് ഞാനാ, ഹാർട്ട് കിടന്ന് പൊട്ടപ്പൊട്ടപ്പൊട്ടപ്പെടാന്ന് അടിക്കും. പക്ഷെ അവിടെ പോയി ഇതന്നെയാണ് സംഭവം, ദൈവമേ എന്ന് പറഞ്ഞിട്ടുള്ള യാത്ര. അതാണ് ലൈഫ്. യു ഷുഡ് ലിവ് ലൈക്ക് ദാറ്റ്. അല്ലെങ്കിൽ ലൈഫിൽ ഒരു അർത്ഥമില്ല. മൊമെന്ററി അല്ലേ ഒന്നാമത് ലൈഫ്. ടോട്ടൽ ഇൻവോൾവ്മെന്റ്, അതാണ് ലൈഫ്. ഓരോ നിമിഷവും നമുക്ക് എത്രത്തോളം ഇന്റൻസിറ്റി ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുമോ അത്രത്തോളം ഇന്റൻസിറ്റി നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ലൈഫ് ഭയങ്കര അടിപൊളിയായിരിക്കും. അത് ശീലമാക്കി മാറ്റണം. ഇതൊരു എളുപ്പമൊന്നുമല്ല. നമുക്ക് ചെയ്യുന്ന എല്ലാത്തിലും അങ്ങനെ. ചില സ്ഥലങ്ങളിലൊക്കെ ഡള്ളായിരിക്കും, പക്ഷെ അതിലും എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാം. ഈ ചിന്തയാണോ ഈ കല്ലേറുകളെയൊക്കെ പ്രതിരോധിക്കുന്നത്? അല്ലെങ്കിൽ കിടന്നുറങ്ങാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുക. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെറും 5-10% മാത്രം സക്സസ് റേറ്റ് ഉള്ള ഒരു സിനിമയാണ്. ഇതിലെ ഇവിടെ ഏത് ആക്ടറെ എടുത്തു കഴിഞ്ഞാലും, ലെജൻസ് ആയിട്ടുള്ള ലാലേട്ടൻ മമ്മൂക്ക എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ കരിയർ എടുത്താലും അവർ 300 സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ 30 സിനിമയോ അല്ലെങ്കിൽ 50 സിനിമയോ ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഉണ്ടാവുള്ളൂ. ബാക്കി ആവറേജ്, സെമി ആവറേജ്, ഫ്ലോപ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന സംഭവം. അത് ഏത് ബിസിനസ്സിലും അങ്ങനെ. ഞാൻ ഒരു ഇൻസ്റ്റഗ്രാം റീല് കണ്ടിരുന്നു. നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ 100%-ൽ 15% നിങ്ങളുടെ നല്ല ക്വാളിറ്റി കണ്ടന്റ് ഉണ്ടാവാം. ബാക്കി 30 കണ്ടന്റ് നിങ്ങളുടെ ചിലപ്പോൾ എബവ് ആവറേജും പ്രോബബ്ലി 50% ജങ്കും ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഇത് മാത്രമായിട്ട് സൃഷ്ടിക്കാൻ പറ്റില്ല. ഇതെല്ലാം കൂടി സൃഷ്ടിക്കുമ്പോൾ കിട്ടുന്ന ചെറിയൊരു അമൃതമാണ് ഈ പറയുന്ന 15. അതിന് നിങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ അത് കേട്ടതിന് ശേഷമാണ് ഞാൻ അനലൈസ് ചെയ്തത്. അപ്പൊ നോക്കുമ്പോൾ മലയാള സിനിമയിൽ 200-250 സിനിമ ഇറങ്ങുന്നു. അതിൽ 5-6 ബ്ലോക്ക് ബസ്റ്റർ ആവുന്നു. ഈ കൊല്ലത്തെ ഹിറ്റുകൾ ഏതാ ചോദിച്ചാൽ സുഖമായിട്ട് ഒരു 5 പേര് പറയാൻ പറ്റും. ശരിയാണല്ലോ. അത് ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പേടി പോകും. പിന്നെ ഉള്ളത് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ആ 5-ൽ കയറി പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ IAS റാങ്ക് വാങ്ങണ പോലെയാ. ഏകദേശം അതേ പ്രപ്പോസിഷനാ. ഇത്രയും ആൾക്കാർ എക്സാം എഴുതുന്നതിൽ ഇത്ര ആൾക്കാർക്ക് സീറ്റ് ഉള്ളൂ എന്ന് പറയുന്ന പോലെയാ. ഈ കൊല്ലം 250 5 സീറ്റിൽ നിങ്ങൾ ഉണ്ടോ? ഇല്ല. എന്നാ അടുത്തോളം നോക്കാം. ഒരുപാട് നല്ല പെർസ്പെക്റ്റീവ്സ് ഉള്ള വേറെ പണിയൊന്നുമില്ലല്ലോ. വീട്ടിലിരിക്കുമ്പോൾ ഇതൊക്കെ ചിന്തിച്ചിട്ടുണ്ടാക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഒരുപാട് സിനിമ ചെയ്യാനില്ലാതിരിപ്പോ നമുക്ക് ഇങ്ങനത്തെ കുറെ രസകരമായിട്ടുള്ള ഇൻസൈറ്റ്സ് ഒക്കെ കിട്ടും. മനോരാജ്യം ആണല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എനിക്ക് എന്താ സ്ട്രെസ് സ്ട്രെയിൻ ഇല്ലാത്തത്? ഞാൻ ഇതൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ഫിലോസഫി പരിപാടികളൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ ഇല്ല, ചിന്തിക്കുന്ന ആളാണ്. വായന എന്റെ വിഷ്വൽ മീഡിയ ആണ് എനിക്ക് വായനയേക്കാൾ കൂടുതൽ. ഞാൻ ഒരുപാട് കുട്ടിക്കാലം മുതലേ ഒരുപാട് സിനിമ കാണുന്നതാണ്. സിനിമകൾ ഇപ്പോഴും ഒരുപാട് കാണുന്നതാണ്. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, ഫോണിൽ ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം എപ്പോഴും ഉണ്ട്. മീൻസ് ഇൻസ്റ്റാഗ്രാം റീലുകളും പരിപാടികളും എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷെ ഞാൻ കുറച്ചുകൂടെ ക്രിയേറ്റീവ് കണ്ടന്റുകൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവരിത് എങ്ങനെയപ്പാ ഇത് ചെയ്ത്, ഇവർക്ക് എങ്ങനെ ഇത്രയും വ്യൂസ് വന്ന്, ഞാൻ ഐ ഗോ ടു ദ അനലിറ്റിക്സ് ഓഫ് ഇറ്റ്. അല്ലാതെ ഞാൻ ഇങ്ങനെ ചുമ്മാ സ്ക്രോൾ ചെയ്ത് പോലല്ല. ഇതിൽ ആൾക്കാർ കമന്റ്, ഇതാണോ അപ്പോൾ ആൾക്കാർക്ക് ഇതിനോടുള്ളൊരു കാഴ്ചപ്പാട് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളൊരു സ്പേസ് ആണ്. മനോരാജ്യം പിന്നെ കാണാത്ത ആരുമില്ലല്ലോ. കാരണം ഞാനൊരു ഡേ ഡ്രീമറാണ്. വണ്ടിയിലിരിക്കുമ്പോഴും കുട്ടിക്കാലം മുതലേ കുത്തിരുന്ന് ഇങ്ങനെ സ്വപ്നം കാണൽ സ്വഭാവമുള്ള ആളാണ്. അതായത് നമ്മളുടെ പാർട്ട്ണർ നമ്മളുടെ സെയിം ഫീൽഡിൽ വരുമ്പോൾ ഇറ്റ് ഇസ് എ പ്ലസ് ശരിക്കും, അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമുക്ക് നമ്മളുടെ വർക്കിന്റെ ഇന്റൻസിറ്റി പറഞ്ഞ് മനസ്സിലാക്കാനും ആൻഡ് ആ ആൾക്കും ഒരു പേഴ്സണൽ സ്പേസ് വേണം എന്നുള്ളത് സ്വന്തമായിട്ട്. അതായത് ഇപ്പോൾ GP ആസ് എ പേഴ്സൺ വർക്ക് ലൈഫ് ഉണ്ട്, യു ക്യാൻ ഡിസ്കസ് ദാറ്റ്. യു ഹാവ് എ പേഴ്സണൽ സ്പേസ് ആൻഡ് പേഴ്സണൽ ലൈഫ്. അതിൻ്റെ എത്രത്തോളം ഉണ്ടെന്ന് പുള്ളിക്കാരിക്കും, അല്ലെങ്കിൽ ഇഫ് ലൈക്ക് ഞാൻ ഇൻ ജനറൽ ആണ് പറയുന്നത്, ഇഫ് 2 people ആർ കമ്മിങ് ഫ്രം ദ സെയിം ഫീൽഡ് അവർക്ക് ആ ഇന്റൻസിറ്റി മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സോ വാട്ട് ഡു യു ഫീൽ അബൌട്ട് ദാറ്റ്? സി, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഫീൽഡിൽ തന്നെ ഉള്ള ഒരാളെ കല്യാണം കഴിക്കണമെന്നോ ചിന്തിക്കാത്തൊരു വ്യക്തിയാണ്. അപ്പൊ അതുവരെ ഞാൻ അതിന്റെ ഒരു പോസിബിലിറ്റി ആലോചിച്ചിരുന്നില്ല. അപ്പൊ ഗോപികയുടെ ഇത് വന്നപ്പോൾ തന്നെ അതൊരു അറേഞ്ച്ഡ് മാരേജ് ആണ്. ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോഴും ഞങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിച്ച ഒരു എലമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോപിക ഇതേപോലെ ഈ ഫീൽഡിൽ നിന്ന് ഒരാളെ കല്യാണം കഴിക്കണമെന്ന് വിചാരിക്കാത്തവരാണ്. അപ്പൊ രണ്ടുപേരും ഒരേപോലെ
അത് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. സോ വി ടുക്ക് ടൈം, വി സ്റ്റാർട്ടഡ് ഡിസ്കസിങ് ഇത് എങ്ങനെയാവും എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനിക്കുന്നുണ്ട്. പിന്നെ ഗോപികയുടെ രീതി വെച്ചിട്ട് ഗോപിക ഷീസ് എ വെരി ഗുഡ് ആക്ട്രസ്, പക്ഷെ ആ സ്പേസിലേ ആൾ നിൽക്കുള്ളൂ. ആൾക്ക് അതിനപ്പുറത്തേക്കൊന്നും വേണ്ട. ആൾക്ക് ഇനോഗ്രേഷൻസ് വേണമെന്നില്ല, മീഡിയനെ ഫേസ് ചെയ്യണമെന്നില്ല, ക്രൗഡിലേക്ക് പോകണമെന്നില്ല. എന്തിനും ഒരു കല്യാണത്തിന് പോലും പരിചയമില്ലാത്ത ആൾക്കാരോട് ഞാൻ എന്ത് സംസാരിക്കും, അങ്ങനെ ആൾക്കാരുണ്ട്. അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. സോഷ്യൽ ഫോബിയ ഉള്ള ഒരു കുട്ടിയാണ്. അത് ആക്ടേഴ്സിന് ഉണ്ടാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ പ്രൊഫഷനിൽ അതൊരു വീക്ക്നെസ്സാണ് സോഷ്യൽ ഫോബിയ എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ എന്റർടൈനേഴ്സാണ്. ആൾക്കാർക്ക് അത് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത്രയും ക്രൗഡിന്റെ മുമ്പിൽ നിന്ന് അഭിനയിക്കാം, പക്ഷെ നിങ്ങൾക്ക് ക്രൗഡിനോട് സംസാരിക്കാൻ പറ്റില്ലേ. ഞാനിത് കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ അവതാരകൻ എന്നുള്ള രീതിയിൽ ഫിലിം അവാർഡ്സ് നടത്തുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന, നമ്മൾ അന്തം വിട്ടു പോയിട്ടുള്ള പല ആക്ടേഴ്സും സ്റ്റേജിൽ വന്നൊന്ന് പരുങ്ങുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിത് റിലേറ്റബിൾ ആയിരുന്നു. അപ്പൊ ആദ്യമൊക്കെ ഞാനും ആലോചിച്ചിട്ടുണ്ട്, ദൈവം ഇവരൊക്കെ പെർഫോമൻസ് ഉണ്ട്, ഇവർക്ക് ഇത്രയും സഭാകമ്പം സ്റ്റേജിലുണ്ട് നമുക്ക് തോന്നില്ലല്ലോ. അവരെന്റെ അടുത്ത് വന്നിട്ട് ആദ്യം പറയാ, ഇവരോട് ചിലപ്പോൾ ഡാൻസ് ചെയ്യാൻ പറയായിരിക്കും എനിക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ. ഇവര് വന്നിട്ട് തന്നെ പറയാം സംസാരിപ്പിക്കരുത് കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ട് നമ്മൾ കയ്യടി കണ്ടിട്ടുള്ള ആക്ടേഴ്സ് എൻ്റെ അടുത്ത് സ്റ്റേജിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് മൈക്ക് തരരുതേ. അപ്പോൾ എനിക്ക് ഈ സോഷ്യൽ ഫോബി എന്താണെന്ന് എനിക്ക് അറിയാം. എല്ലാവരും എന്നെ പോലെ സ്റ്റേജ് പിടിച്ചിട്ട് മറ്റേ റോളർ കോസ്റ്റർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പ്ലാനിങ്ങും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സംഭവം ചെയ്യാത്തൊരു വ്യക്തിയായിരുന്നു. പക്ഷെ എൻ്റെ അടുത്ത് ഗോപികയായിട്ട് ചേട്ടാ എനിക്ക് വെൻ യു ആർ ദെയർ എനിക്ക് ഐ ഫീൽ കംഫർട്ടബിൾ എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ അതൊരു ഒരു സ്പേസ് ആയി. ചേട്ടൻ ഉണ്ടെങ്കിൽ മീൻസ് അവൾക്ക് എപ്പോഴും ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ ഷീ വിൽ ഡെലിവർ. അത് എപ്പോഴും ഒരു രീതിയാണ്. പോയിന്റ് നമ്പർ 1 അതായിരുന്നു. 2, മോർ ദാൻ എനിത്തിങ് എനിക്ക് ഞങ്ങൾ ഇതിൽ കാണുന്ന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരുമിച്ച്. ഇപ്പൊ ഡിമോസ് എന്ന് പറയുന്ന ബ്രാൻഡ് അംബാസഡർ ആകുമ്പോൾ അവർ ഇനോഗ്രേഷൻ മുമ്പ് നമ്മൾ ഒരുമിച്ചാണ്, അതിന്റെ ഷൂട്ടിന് മുമ്പ് നമ്മൾ ഒരുമിച്ചാണ്. ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ചാലഞ്ച് എന്ന് പറയുന്നത് ടൈമാണ്, ഒപ്പം സമയം സ്പെൻഡ് ചെയ്യണം. കാരണം രണ്ടുപേരുടെയും സിനിമയാണ് കരിയർ അല്ലെങ്കിൽ മീഡിയയാണ് കരിയർ എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു ഡെഫിനറ്റ്നെസ് ഇല്ല. ഇതെപ്പോൾ വേണമെങ്കിലും ഷൂട്ട് ചെയ്യാം, ഏത് ദിവസം വേണമെങ്കിലും, ശനി ഞായർ രാവ് പകല് ഒന്നുമില്ല. അപ്പൊ ആ സ്പേസിൽ നിൽക്കുമ്പോൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ വി ഗെറ്റ് ടു സ്പെൻഡ് ടൈം ടുഗദർ. 2, നമുക്ക് ഈ പറഞ്ഞ പോലെ മനസ്സിലാവും കുറച്ചുകൂടെ. അപ്പൊ അവൾ പറയുകയാണ് അവൾക്ക് രാത്രി 11 മണിക്ക് ഷൂട്ടുണ്ട്, 1 മണിക്ക് ഷൂട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് ഈ 1 മണിക്ക് പരിപാടി എന്ന് ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഞാൻ 3 മണിക്കാണ് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ലൈക്ക് അതിന്റെ നേച്ചർ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ എന്റെ അടുത്ത് ചോദിക്കുകയാണ് ഒരു അടുത്ത 20-ാം തീയതി ഫ്രീ ആണോ ചോദിച്ചാൽ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആളാണെങ്കിൽ ചീത്തക്കും. അതെന്താ അറിയാത്തത്? അവളോട് പറഞ്ഞു എടോ താൻ പറ, എനിക്കെങ്ങനെ ഇപ്പൊ മിനിഞ്ഞാന്ന് വരെ ഈ ഇന്റർവ്യൂ ഇന്ന് ഞാൻ ഈ സമയത്ത് കൊടുക്കുന്നത് എനിക്ക് അറിയണ്ടായിരുന്നില്ല. എന്നെ വിളിച്ചുകൊണ്ട് എന്നെ നിങ്ങൾ എത്രയായി ജിഞ്ചർ മീഡിയ വിളിക്കുന്നു, അനീഷിനെ അറിയാം അതിന്റെ പേര്. അപ്പൊ ഇന്നലെ വരെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അനീസ് ഒന്നും അല്ല, എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ടാ. കാരണം ഈ സമയത്ത് ഇത് വെക്കണം എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. പലതും വരുന്ന സമയത്ത് എനിക്ക് പോയി എംബ്രേസ് ചെയ്യേണ്ടി വരുന്നു. ഞാനും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരാളാ. അപ്പൊ ഇത്ര മണിക്ക് ഇത് വെക്ക് എന്ന് പറയാൻ പറ്റൂല. അപ്പൊ നിങ്ങളെ പോലുള്ള ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാം ബ്രോ ഞാൻ പറയാം, നാളെ പറയാം. ഞാൻ ഇന്നലെ രാത്രിയോട്ടാണ് പറയുന്നത് നമുക്ക് നാളെ വൈകുന്നേരം പരിപാടി അല്ലെങ്കിൽ രാത്രി ചെയ്യാം, എനിക്കൊരു ഗ്യാപ്പ് ഉണ്ട് എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ എന്നിട്ടും പ്രശ്നമുണ്ട്. ചേട്ടാ നമ്മുടെ ആ ദിവസം എന്താ പരിപാടി, ഞാൻ 2 ദിവസത്തിൽ പറയാം. ഈ 2 ദിവസത്തിന്റെ കണക്കെന്താ എന്ന് വെച്ചാൽ 2 ദിവസത്തിൽ എനിക്ക്, കാരണം ചില സാധനങ്ങൾ അവര് പറയുന്ന സമയത്ത് ഞാൻ അവൈലബിൾ ആവണം. അവര് എന്റെ ടൈമിന് വേണ്ടി നിൽക്കില്ല. അപ്പൊ അതിനാണ് പ്രയോറിറ്റി. അപ്പൊ അവരെപ്പോ ടൈം പറയുന്നു ബാക്കി സമയത്താണ് ഞാൻ പറയും, അവരെപ്പോ ടൈം പറയുന്നു എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങനത്തെ എലമെന്റ് 2 പേർക്കും ഉണ്ടാവും. ഞങ്ങൾ അതിനനുസരിച്ച് കാര്യങ്ങൾ മാറ്റി വെക്കണം. അപ്പൊ അവൾക്ക് ഷൂട്ടുണ്ടെങ്കിൽ ഷീ ഈസ് വെരി ക്ലിയർ, വേറെ ഒരു പരിപാടിക്കും നമ്മൾ വരില്ല എന്നുള്ളത്. അത് എന്ത് പരിപാടി, ഫാമിലി ഫംഗ്ഷൻ ആണെങ്കിലും ഏറ്റവും അടുത്ത പരിപാടിയാണെങ്കിലും ഷൂട്ടുണ്ടെങ്കിൽ ഞാൻ വരില്ല കേട്ടോ. ഷീ ഈസ് വെരി ക്ലിയർ. അപ്പോൾ സുമതി വളവ് ചെയ്യാൻ പോകണം. അപ്പൊ അതിന്റെ ഷൂട്ടിന്റെ ഡേറ്റ്സ് വരുന്നേ ഉള്ളൂ. അപ്പൊ എന്തോ ഒരു സാധനം സംഭവിച്ചാൽ അന്ന് ഷൂട്ടുണ്ടെങ്കിൽ ഞാൻ വരില്ല. ഷീ ഈസ് വെരി ക്ലിയർ. എല്ലാവരും ഞെട്ടിപ്പോയി, ഞാൻ മാത്രം ഞെട്ടാത്തുണ്ടായിരുന്നുള്ളൂ. കാരണം അവളുടെ അനിയത്തിയും ബാക്കി എല്ലാവരും ഞെട്ടിപ്പോയി. അതെന്താ എനിക്ക് ഉറപ്പായിരുന്നു. കാരണം ദാറ്റ് ഈസ് ഹൗ ഞങ്ങൾ അങ്ങനെയാണ് വർക്ക്. അങ്ങനെ വർക്ക് എംബ്രേസ് ചെയ്താലേ ഈ ഫീൽഡിൽ നിൽക്കാൻ പറ്റുള്ളൂ. അതിൽ വഴിയൊന്നുമില്ല. GP എപ്പോഴോ പറയുന്ന കേട്ടിട്ടുണ്ട്, എല്ലാ പെൺകുട്ടികളിൽ നിന്നും എന്തെങ്കിലും എപ്പോഴും എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന്. അപ്പം ഗോപിക എടുക്കുകയാണെങ്കിൽ എന്താണ് പഠിച്ചിട്ടുണ്ട്? അതായത് ആസ് എ ലൈക്ക് പെൺകുട്ടി, ആസ് എ ലൈക്ക് ആക്ട്രസ്, രണ്ടും. ഫസ്റ്റ് ലെസൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുസൃതിപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അല്ലാതുണ്ട്. ബട്ട് ജോക്സ് അപ്പാർട്ട്, ഞാൻ ആദ്യം അതിന്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഷീ ഈസ് വെരി ഇമോഷണൽ. എനിക്ക് ഇത്രയും ഇമോഷണൽ, അത് എനിക്ക് തോന്നുന്നു ബൈ ഡിഫോൾട്ട് പെൺകുട്ടികൾ അത്ര ഇമോഷണൽ ആണെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഇപ്പോഴാണ് ഒരാളായിട്ട് ഞാൻ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കുന്നത് ആദ്യമായിട്ട്. ആയതുകൊണ്ട് ഈ സംഭവം നമ്മൾ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും. ഗോപിക ഫാമിലി ആയിട്ടുള്ള ഗോപികയുടെ അറ്റാച്ച്മെന്റ് ആൻഡ് തിരിച്ചും
ആ വീട്ടിൽ 3 സ്ത്രീകൾ ഉള്ളതുകൊണ്ടായിരിക്കാം. അച്ഛൻ ഒറ്റയ്ക്കാണ്, അനിയത്തിയും അമ്മ ഇവളായതുകൊണ്ട്. ഞങ്ങളുടെ ഫാമിലി നേരെ തിരിച്ചാ, 3 ആമ്പിള്ളേരും എൻ്റെ അമ്മ ഒറ്റയ്ക്കാണ്. അപ്പൊ ഇമോഷണൽ കോഷ്യൻസിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ ഗോപികയ്ക്ക് ഇപ്പോ കോഴിക്കോട് വീട്ടില് നിന്ന് ഇറങ്ങുമ്പോൾ അവള് കരയും, എന്നിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് വേറെ എവിടെയെങ്കിലും വീണ്ടും കരയും. പക്ഷെ പോകുന്ന കോഴിക്കോട് വീട്ടിൽ കരയും. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അങ്ങോട്ട് പോകും, അന്ന് അവിടുന്ന് വരുമ്പോ കരഞ്ഞില്ലേ, പിന്നെ അപ്പൊ അങ്ങോട്ടല്ലേ പോകുന്നത്, പിന്നെ എന്തിനാ കരയുന്നത്, അത് ഇവിടുന്ന് പോലെ. ദൈവമേ, ആ ഇമോഷൻ ഉണ്ടല്ലോ, അത് എനിക്ക് റിലേറ്റബിൾ അല്ല. പിന്നെ ദേ ആർ വെരി കണക്റ്റഡ്. ഇപ്പൊ നമ്മളെല്ലാരും എല്ലാ ഫാമിലി ഗ്രൂപ്പിലും ഉള്ളതുകൊണ്ട് പുറത്തിറങ്ങിയ മെസ്സേജാ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, അവിടുന്ന് ഇറങ്ങി. ഇപ്പൊ എന്റെ അനിയൻ പോകുമ്പോ ഗോപിയെ ഭയങ്കര ഇമോഷണലാണ്. ഞാൻ ഇവൻ വരുന്ന പോകുന്നു ഞാൻ അറിയാറില്ല. അപ്പൊ ഇത് ഭയങ്കര പ്രശ്നമാണ്, അവനും അത് ഭയങ്കര പ്രശ്നമാണ്. കാരണം അവൻ വന്നിട്ട് ഈ യാത്ര കഴിക്കണ ഇത് എന്ത് പ്രശ്നം, അവൻ ബോംബെ പോവാ. അപ്പൊ ഗോപി ബോംബെ പോവല്ലേ, ഇനി എന്നാ വരിക? ഞങ്ങൾ 26 മാസം കഴിഞ്ഞ് വരും. അപ്പൊ ഇവൻ പോകുന്നതിന് കെട്ടിപ്പിടിച്ച് യാത്രയൊക്കെ ഞങ്ങളുടെ രീതിയല്ല. അതിനർത്ഥം എനിക്ക് അവനോട് സ്നേഹമുണ്ടോ സ്നേഹമില്ല അങ്ങനെയൊന്നും അല്ല. ഞങ്ങൾ അത്രയും കണക്റ്റഡ് ആണ്. പക്ഷെ ഇമോഷണൽ കോഷ്യന്റ് ഭയങ്കര ഡിഫറെന്റ് ആണ്. ഈ ഇമോഷൻസ് എനിക്ക് പരിചിതമല്ല. ഈ ഇമോഷൻസ് ഞാൻ മനസ്സിലാക്കുന്ന ഗോപികയിൽ നിന്ന്. ഐ ഫീൽ ദാറ്റ് ഇറ്റ്സ് വെരി സ്വീറ്റ്. ഞാനത് എംബ്രേസ് ചെയ്യാൻ തുടങ്ങി, മെല്ലെ മെല്ലെ ഉൾക്കൊള്ളാൻ തുടങ്ങി. പിന്നെ ഒരു ജനറൽ ഹൈജീൻ ക്ലാസ്സസ് ബോയ്സിന് ഒട്ടില്ലാത്തൊരു സാധനമാണ്. എല്ലാ ബോയ്സും ഗേൾഫ്രണ്ടോ വൈഫോ ആയ അനിയൻ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് എന്താ? ഞാൻ പറഞ്ഞു, എടാ നമ്മൾക്ക് നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവുമ്പോ ഇത് നമ്മളെ ബാധിക്കില്ല. കാരണം അവരെ നമ്മൾ കാണുന്നു, പോകുന്നു, അവരുടെ കൂടെ ജീവിച്ചു തുടങ്ങുമ്പോഴേ ഇതൊക്കെ പ്രശ്നമുള്ളൂ. ട്രാവൽ ചെയ്ത് കൊണ്ടുവന്ന ബാഗ് കിടക്കയിൽ വെച്ച ബഹളാണ്. ഞാൻ ഇന്നവരെ അത് വേറെ എവിടെ വെച്ച് നമ്മളത് ആലോചിച്ചിട്ടില്ല. ഇതൊരു പ്രശ്നമാണെന്നുള്ളത് ഞാൻ കുറെ ബോയ്സിനെ വിളിച്ചു വെച്ചു. അവരൊരു കല്യാണത്തിന് മുമ്പ് വരെ എനിക്ക് പ്രശ്നമായിരുന്നു, കല്യാണത്തിന് ശേഷം ഇതൊരു പ്രശ്നമാണ്. ഓക്കെ ഫൈൻ, അതൊരു അബ്നോർമാലിറ്റി അല്ല. എനിക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയാണെന്ന് തോന്നുന്നു, ബോയ്സ് ആൻഡ് ഗേൾസ്. അതെ അതെ അതെ, കാരണം അതങ്ങനെയാണ്. ബോയ്സ് കുറച്ച് കെയർലെസ് ആണ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അങ്ങനത്തെ സ്കിൻ കെയർ ഒക്കെ പഠിച്ചോ? സ്കിൻ കെയർ അവള് മേക്കപ്പ് താല്പര്യമില്ലാത്തതാണ്. സ്കിൻ കെയർ ഇത് ഞാനാ പറഞ്ഞു കൊടുത്തത് സത്യം പറഞ്ഞാൽ. മീൻസ് അവൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എന്ത് മേക്കപ്പ്. വളരെ ഞാൻ അവളുടെ കയ്യിൽ നോക്കിയപ്പോൾ വളരെ ലോക്കൽ പ്രൊഡക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്കിന്നിന് അപകടം ചെയ്യാൻ സാധ്യതയുള്ള തരത്തിലുള്ള പ്രൊഡക്ട്സ് ആയിരുന്നു അവൾ യൂസ് ചെയ്തത്. ഞാൻ എല്ലാം ഡിസ്കാർഡ് ചെയ്തിട്ട് ദുബായ് പോയപ്പോൾ സർട്ടൻ ബ്രാൻഡ്സ് പറഞ്ഞിട്ട് ഇത് യൂസ് ചെയ്താൽ മതി. ഞാൻ അവിടെ തന്നെ കൊണ്ടുപോയിട്ട് അവിടുത്തെ സ്പെഷ്യലിസ്റ്റിനെ കൊണ്ട് ഇവളുടെ സ്കിൻ ടോൺ ഏതാണ് ചെക്ക് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ കൊടുത്തു. സോ ദാറ്റ് മേക്കപ്പ് ചെയ്താൽ മേക്കപ്പ് ചെയ്തു തോന്നില്ല. എന്നാൽ ബേസിക്കലി മേക്കപ്പ് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത് കൂടുതൽ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ HD ക്യാമറയൊക്കെ ആകുമ്പോൾ സാധാരണ കണ്ണിന് കാണാൻ പറ്റാത്ത പോസ് നമുക്ക് ക്ലോസപ്പിൽ കാണാൻ പറ്റും. ഒരു സാധാരണ മനുഷ്യൻ നിങ്ങളുടെ മുഖത്ത് നോക്കിയാൽ ചിലപ്പോൾ മുഖത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് മനസ്സിലാവില്ല. പക്ഷെ HD ക്യാമറയ്ക്ക് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത് മറക്കാനാണ് ഇപ്പത്തെ ഒരു സ്വഭാവത്തിലുള്ള മേക്കപ്പുകൾ കൂടുതൽ. അല്ലാതെ ഇത് ചെയ്ത് കളർ മാറ്റാം, അല്ലെങ്കിൽ അതൊക്കെ ആൾക്കാരെ അറിയും. മറ്റേ ഡാൻസിന്റെ മേക്കപ്പ് ഒന്നും അല്ലല്ലോ. അപ്പോ ആ ഒരു ബേസിക് സാധനം ചെയ്യാൻ ഞാനാണ് പിന്നെയും പഠിപ്പിച്ചു കൊടുത്തത്. അവളാണ് പറയേണ്ടത്, പക്ഷെ ഇതിപ്പോ ഞാൻ പറഞ്ഞത് അല്ല, അത് ശരിക്കും ആളുകൾക്ക് ഞെട്ടിക്കുന്ന കാര്യമായിരിക്കും. കാരണം അവൾ അങ്ങനെ ഒരു ഷീസ് നോട്ട്, അവളുടെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം. ഷീസ് നോട്ട് ബോതേർഡ് അബൌട്ട് ഇറ്റ് അറ്റ് ഓൾ. മേക്കപ്പ് ചെയ്യാനൊക്കെ മടി. ആൾക്ക് ഈ ആക്ഷനും കട്ടിന്റെ ഇടയിലുള്ള പെർഫോമൻസ് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ടാണ് ഈ ബാക്കി എല്ലാം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ പരിപാടിക്കൊന്നും വരൂല. അത് കഴിഞ്ഞാൽ അവളുടേതായിട്ടുള്ള ഒരു ഭാഗത്തിലേക്ക് പോയിട്ട് പുസ്തകം കോഫി മഗ് എടുത്തിട്ട് മറ്റേ ലൈറ്റ്സിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് മീ ടൈം. ഇതാണ് ബേസിക് സ്വഭാവം. ഇപ്പൊ കുറച്ച് കുറച്ചായിട്ട് അത് ബാക്കിയും കൂടി എംബ്രേസ് ചെയ്ത് വരുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പോസിറ്റീവ്സ് ഷെയർ ചെയ്യണം. ബേസിക്കലി എന്താ വെച്ചാൽ നമുക്ക് ഒരു നടുവിലൊരു വര വരയ്ക്കേണ്ടി വരും. അല്ലാതെ അങ്ങോട്ട് പോലും ഇങ്ങോട്ട് വരലും ശരിയല്ലല്ലോ. എനിക്കറിയില്ല അതിന്റെ സത്യാവസ്ഥ എന്താന്ന്. കാണുമ്പോൾ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഞാൻ കള്ളം പറയുന്നില്ല. പക്ഷെ രസമല്ലേ ഇങ്ങനെ നമ്മളുടെ ഒരു പാർട്ട്ണർ ഇങ്ങനെ ജലസായിട്ട് നോക്കുന്നു എന്നൊക്കെ പറയുന്നത്. ഭയങ്കര ശരിക്കും എന്തായിരുന്നു ആ വീഡിയോ സ്ലോ മോഷനിൽ ആക്കിയപ്പോ ഞാൻ പറയുന്ന എന്തോ കേട്ടിട്ട് അവളുടെ എക്സ്പ്രഷൻ മാറിയതാ. ഇങ്ങനെ വല്ലതും കേട്ടോണ്ടിരുന്നു. അവൾക്ക് അത് ആ സ്ലോ മോഷൻ മാറ്റിയാൽ തന്നെ ആ വീഡിയോയുടെ ചാമ്പോയി, അത് നോർമലായി പോകും. വേറെ ആരോ ആള് അതിനകത്തൊരു നാഗവല്ലി BGM വെച്ചിട്ട് സംഭവം കൊടുത്തപ്പോ ഈ സാധനത്തിന്റെ ടോണേ മാറിപ്പോയി. പേളിന്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഞാൻ പ്രസവിക്കുന്നവരെ നീ കല്യാണം കഴിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു എങ്ങനെ ഡേറ്റ് ആന്ന് പറയാൻ പറ്റില്ല. എടാ നിന്റെ കല്യാണം എങ്ങനെടാ ഞാനില്ലാതെ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എടാ എന്ത് ചെയ്യാനാണ്, ഇവിടെയാണ് ഒരു ഗ്യാപ്പ്. ശ്രീനിഷിനെയും നിലേനെയും കൂടി എഡിറ്റ് ചെയ്തിട്ട് ശ്രീനിഷ് ഇത് അപ്ലോഡ് ചെയ്തില്ലടാന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ശ്രീനിഷ് ഒരു കുതിരപ്പുറത്ത് ഇരുന്നിട്ട് ഞങ്ങളുടെ കല്യാണത്തിൽ എടുത്തു.
പക്ഷെ എൻ്റെ ഫാഷൻ സെൻസ് മാറിയത് അല്ലെങ്കിൽ അത് അഗ്രസീവ് ആയത് അല്ല വൈകുണ്ഠ പെരുമ്പല്ലൂരിന് ശേഷമാണ്. അവിടെ ഒരാളെ ഞാൻ പരിചയപ്പെട്ടല്ലോ, അതിൻ്റെ നായകൻ സ്റ്റൈൽ ഐക്കണായിട്ടുള്ള ഒരാള് പുള്ളിയായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ എല്ലാ ദിവസവും ഇയാളെ കാണല്ലേ. ഒരു അല്ല, എങ്ങനെയാണ് ഈ തെലുങ്ക് പഠിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. സർവൈവൽ. ഇവിടെ സിനിമ കിട്ടാത്തതുകൊണ്ട് അവിടെ സിനിമ കിട്ടുന്നതുകൊണ്ട് നമ്മൾ തന്നാലെ പഠിച്ചോളൂ.